നമുക്കിന്ന് റാഗിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം ഉണ്ടാക്കാം. ഇതിനെ വെള്ളയപ്പമെന്നോ അല്ലെങ്കിൽ കറുത്തപ്പമെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നമ്മളിത് ദോശത്തട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു അപ്പാക്കിയിട്ട് ഉണ്ടാക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളയപ്പച്ചട്ടിയിൽ വെച്ചിട്ട് ഇതുപോലെ സാധാരണ പാലപ്പം ചുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്കിന്ന് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ റാഗി പാലപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് 250 ml കപ്പാണ് കേട്ടോ, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ അളക്കുക. അപ്പോൾ എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെ അളക്കുക. അപ്പോൾ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടിക്ക് നമ്മൾ 1/4 കപ്പ് നൈസ് വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിലേക്ക് നൂലപ്പത്തിലേക്ക് എടുക്കുന്ന അപ്പം പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തന്നെ അവലാണ് കേട്ടോ, നൈസ് അവൽ, ഇത്തിരി ഒരു നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പെട്ടെന്ന് അപ്പം ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ചെറിയ തരിയുള്ള ഈസ്റ്റ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുക. ഇനി അപ്പം അല്ല പാലപ്പായതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് മധുരം ഉണ്ടാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതേ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ മതിയാവും കേട്ടോ, നമ്മൾ ഈസ്റ്റ് ഇട്ട കാരണം. ഇനിയിപ്പോൾ അഥവാ ഈസ്റ്റ് ഇടുന്നില്ല എന്ന് വിചാരിക്കുക, ഈസ്റ്റ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് 10 മണിക്കൂർ നമ്മൾ സാധാരണ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇവിടെ 4 മണി പലഹാരമായിട്ടാണ് നമ്മുടെ ഈ ഒരു റാഗി പാലപ്പം ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ പകലാണ് ഉണ്ടാക്കിയേക്കണത്. അതേ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയി വന്നിട്ട് ഇത് നന്നായിട്ട് ബബിൾസൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ, കണ്ടാൽ അറിയാം. അപ്പോൾ ഇങ്ങനെ ബബിൾസൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പൊട്ടിയത് താഴേക്ക് പോകും. അപ്പോൾ ഇത്ര മതി, നമ്മളെല്ലാം കറക്റ്റാണ്, പാകത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നേരെ നമുക്ക് ആദ്യം തന്നെ ദോശത്തവയിലാണ് ഞാൻ ആദ്യത്തെ ഉണ്ടാക്കി കാണിക്കുന്നത്. ദോശത്തവയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ആ കയ്യിലുകൊണ്ട് ഒറ്റ വട്ടം ഒന്ന് ചുറ്റി കൊടുത്താൽ മതിയാവും, വല്ലാണ്ട് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് മൂടി വയ്ക്കുക. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിടേണ്ട ആവശ്യമില്ലാണ്ട ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് വെള്ളയപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം. വെള്ളയപ്പച്ചട്ടിയിലാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. മൂടി വെച്ചാൽ മുകൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരിക, നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് അങ്ങനെ എല്ലാം ഞാൻ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പലഹാരമാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട്, കമൻസിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.